Hello my dear students, today I am here to discuss about subatomic particles. This is a small part in the chapter structure of atom. Okay, subatomic particles are, the fundamental subatomic particles are protons, electrons and neutrons. As you all know, protons are positively charged, electrons are negatively charged, neutrons, as the name indicates, they are neutral. ഇനി ഇത് ഓരോന്ന് കണ്ടുപിടിച്ച ആൾക്കാരുടെ പേരും കൂടി ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. Who discovered protons, electrons and neutrons? Protons were discovered by Rutherford. Ernest Rutherford discovered protons, and electrons by J.J. Thomson and neutrons by James Chadwick. Okay, അപ്പോൾ ഇത് മൂന്നും ഓർത്ത് വെക്കാൻ ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞുതരാം. Protons, electrons, neutrons are discovered respectively by Rutherford, Thomson and Chadwick. അതുകൊണ്ട് ഇതിങ്ങനെ ഓർക്കാൻ എളുപ്പവഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ പെൻ RTC എന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് മറക്കാതെ നിങ്ങളുടെ മൈൻഡിൽ അവിടെ നിൽക്കും. പ്രോട്ടോൺസ് ബൈ റുദർഫോർഡ്, ഇലക്ട്രോൺസ് ബൈ തോംസൺ ആൻഡ് ന്യൂട്രോൺസ് ബൈ ചാഡ്വിക്. പിന്നെ എക്സാം ചോദിക്കുന്ന വേറെ ക്വസ്റ്റൻ ആണ് എമംഗ് സബാറ്റോമിക് പാർട്ടിക്കിൾ വിച്ച് ഈസ് ഹെവിയസ്റ്റ് അല്ലെങ്കിൽ വിച്ച് ഈസ് ലൈറ്റസ്റ്റ്. അപ്പോൾ നമുക്ക് അവയുടെ മാസ് ഒന്ന് കമ്പയർ ചെയ്യാം. പ്രോട്ടോൺസിൻ്റെ മാസ് എന്ന് പറയുന്നത് 1.673 × 10⁻⁻27 കിലോഗ്രാം ആണ്. And the mass of electron is 9.1 × 10⁻31 kilogram, and that of neutron is 1.675 × 10⁻27 kilogram. Okay, അപ്പോൾ ഈ മാസ് കമ്പയർ ചെയ്ത ഒരു കാര്യം മനസ്സിലാവും. Among subatomic particles, neutrons are the heaviest. ന്യൂട്രോൺ ആണ് ഏറ്റവും ഹെവിയസ്റ്റ് ആയിട്ട് സബാറ്റോമിക് പാർട്ടിക്കിൾ വരുന്നത്. ഏറ്റവും ലൈറ്റസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ ന്യൂട്രോൺസ് ആണ് എന്ത് പറയുന്നത് ഹെവിയസ്റ്റ് സബാറ്റോമിക് പാർട്ടിക്കിൾ, and electrons are the lightest. Okay, ഈ പ്രോട്ടോൺസിനെ കണ്ടുപിടിച്ചിരിക്കുന്നത് ആനോഡ് റേ എക്സ്പെരിമെൻ്റ് വഴിയാണ്. ഈ ആനോഡ് റേസ് ആർ ഓൾസോ കോൾഡ് ആസ് കനാൽ റേസ്. ആനോഡ് റേസ് എന്നും കനാൽ റേസ് എന്നും അറിയപ്പെടുന്ന സംഗതിയുണ്ട്. ഈ ആനോഡ് റേസ് അല്ലെങ്കിൽ കനാൽ റേസ് ആരാ കണ്ടുപിടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഗോൾഡ്സ്റ്റീൻ ആണ് ആനോഡ് റേസ് അല്ലെങ്കിൽ കനാൽ റേസ് എന്ന് പറയുന്ന സംഗതി കണ്ടുപിടിച്ചത്. പ്രോട്ടോൺസിനെ കണ്ടുപിടിച്ചിരിക്കുന്നത് ആനോഡ് റേ എക്സ്പെരിമെൻ്റ് വഴിയാണെങ്കിൽ ഇലക്ട്രോൺസ് വർ ഡിസ്കവേർഡ് ഇൻ കാത്തോഡ് റേ എക്സ്പെരിമെൻറ്റ്. കാത്തോഡ് റേസ് കണ്ടുപിടിച്ച ആൾ ജൂലിയസ് പ്ലക്കർ ആണ്. ഇറ്റ് വാസ് ഡിസ്കവേർഡ് ബൈ ജൂലിയസ് പ്ലക്കർ. ഓക്കെ, ഇനി ഇലക്ട്രോൺസിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇലക്ട്രോൺസ് എന്ന് പറയുന്ന ടേം ഇലക്ട്രോൺസ് വർ ഡിസ്കവേർഡ് ബൈ J.J. Thomson. The term electron was proposed by Stoney. The scientist Stoney. Stoney എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ് ഇലക്ട്രോൺ എന്ന് പറയുന്ന ടേം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ഓക്കെ, ഇനി ദ ചാർജ് ഓഫ് ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടുപിടിച്ചത് ആരാന്ന് വെച്ചാൽ ചാർജ് ഓഫ് ഇലക്ട്രോൺ ഈസ് ഡിസ്കവേർഡ് ബൈ മില്ലിക്കൻസ് ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻ്റ് വഴിയാണ് ഇലക്ട്രോൺസിൻ്റെ ചാർജ് ഡിസ്കവർ ചെയ്യുന്നത്. Mass of electron is 9.1 × 10⁻31 kilogram. ഇലക്ട്രോണിൻ്റെ മാസ് കണ്ടുപിടിച്ചത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് J.J. Thomson. ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടുപിടിച്ചത് മുല്ലിക്കനാണ്, മാസ് കണ്ടുപിടിച്ചിരിക്കുന്നത് J.J. Thomson ആണ്. ആൻഡ് E/m റേഷ്യോ, ദാറ്റ് ഈസ് ചാർജ് ടു മാസ് റേഷ്യോ ആണ് E/m റേഷ്യോ എന്നറിയപ്പെടുന്നത്. E/m റേഷ്യോ ഓഫ് ഇലക്ട്രോൺ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് സ്പെസിഫിക് ചാർജ്. E/m റേഷ്യോ ആണ് സ്പെസിഫിക് ചാർജ് എന്നറിയപ്പെടുന്നത്. സ്പെസിഫിക് ചാർജ് ഓർ E/m റേഷ്യോ ഓഫ് എൻ ഇലക്ട്രോൺ ഇറ്റ് വാസ് ഡിസ്കവേർഡ് ബൈ തോംസൺ. അപ്പോൾ തോംസൺ എന്തൊക്കെയാണ് കണ്ടുപിടിച്ചത്? ഇലക്ട്രോണെ കണ്ടുപിടിച്ചത് J.J. Thomson ആണ്. ഇലക്ട്രോണിൻ്റെ മാസ് കണ്ടുപിടിച്ചതും E/m റേഷ്യോ കണ്ടുപിടിച്ചതും ആരാണ്? തോംസൺ തന്നെയാണ്. പക്ഷേ ഇലക്ട്രോൺ എന്ന് പറയുന്ന ടേം ആദ്യമായി ഉപയോഗിച്ചത് സ്റ്റോണിയാണ്. പിന്നെ ചാർജ് ഓഫ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് മുല്ലിക്കനാണ്, മുല്ലിക്കൻസ് ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻ്റ് വഴി. ഓക്കെ, ഇലക്ട്രോണിൻ്റെ സ്പെസിഫിക് ചാർജ് പറഞ്ഞല്ലോ, ഇറ്റ് ഈസ് കോൾഡ് ആസ് E/m റേഷ്യോ, സ്പെസിഫിക് ചാർജ്. അപ്പോൾ അതെത്ര നോക്കാം? E/m റേഷ്യോ ഓഫ് ഇലക്ട്രോൺ 1.6 × 10⁻19 ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ഇലക്ട്രോൺ ഈസ് 9.1 × 10⁻31. ഇത് ചെയ്താൽ കിട്ടുന്നത് 1.76 × 10⁻11 കൂളോം പെർ കിലോഗ്രാം ആണ്. 1.76 × 10⁻11 കൂളോം പെർ കിലോഗ്രാം. ഈ E/m റേഷ്യോ കണ്ടുപിടിച്ചയാൾ J.J. Thomson ആണ്. ഇനി ന്യൂട്രോൺസിനെ കുറിച്ച് പറഞ്ഞാൽ ന്യൂട്രോൺസ് വർ ഡിസ്കവേർഡ് ബൈ ആരാ പറഞ്ഞത്? ജെയിംസ് ചാഡ്വിക് ആണ്.
ന്യൂട്രോൺസ് കേസ് പറഞ്ഞു, ഇറ്റ് ഈസ് ദ ഹെവിയസ്റ്റ് പാർട്ടിക്കിൾ ആൻഡ് ഇറ്റ് ഈസ് ദ ലീസ്റ്റ് സ്റ്റേബിൾ എമംഗ് സബാറ്റോമിക് പാർട്ടിക്കിൾ. ലീസ്റ്റ് സ്റ്റേബിൾ ആണ്, ഹെവിയസ്റ്റ് ആണ്, പക്ഷേ ലീസ്റ്റ് സ്റ്റേബിൾ ആണ് എമംഗ് സബാറ്റോമിക് പാർട്ടിക്കിൾസ്. ആര്? ന്യൂട്രോൺസ് എന്ന് പറയുന്ന സംഗതി. ഓക്കെ, ഐസൊലേറ്റഡ് ന്യൂട്രോൺസ് എന്ന് പറയുന്നത് സ്റ്റേബിൾ അല്ല ഒട്ടും, അൺസ്റ്റേബിൾ ആണ് ഐസൊലേറ്റഡ് ന്യൂട്രോൺസ് എന്ന് പറയുന്ന സംഗതി. ഇനി ന്യൂട്രോൺസ് പോലെ തന്നെ വേറെ ഇത് ഈ പ്രോട്ടോൺസ്, ഇലക്ട്രോൺസ്, ന്യൂട്രോൺസ് കൂടാതെയുള്ള കുറച്ച് സബാറ്റോമിക് പാർട്ടിക്കിൾസ് പറയുന്ന സമയത്ത് അവയെ ഒന്നെന്ന് പറയുന്നത് പോസിട്രോൺസ്. Positive counterpart of electrons are called as positrons and they are discovered by Anderson. Anderson ആണ് പോസിട്രോൺസിനെ കണ്ടുപിടിച്ചത്. അതുപോലെ വേറെ എന്താണ്? ന്യൂട്രിനോസ് ആൻഡ് ആൻറ്റി ന്യൂട്രിനോസ്. ന്യൂട്രിനോസ് ആൻഡ് ആൻറ്റി ന്യൂട്രിനോസ്. ന്യൂട്രിനോസ് ആൻഡ് ആൻറ്റി ന്യൂട്രിനോസ്. അത് അവ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ വെരി സ്മോൾ മാസ് അല്ല, അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0, വെരി സ്മോൾ മാസ് ആൻഡ് ന്യൂട്രൽ ആണ്. മനസ്സിലേ? വെരി സ്മോൾ മാസും ന്യൂട്രൽ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ് ഇത് പറയുന്നത് ന്യൂട്രിനോസ് ആൻഡ് ആൻറ്റി ന്യൂട്രിനോസ് പറയുന്നത്. ദേ ആർ ഡിസ്കവേർഡ് ബൈ ഫെർമി. ദ സൈസ് ഓഫ് ദ ന്യൂക്ലിയസ് ഈസ് മെഷേർഡ് ഇൻ ഫെർമി യൂണിറ്റ്സ്. ന്യൂക്ലിയസിൻ്റെ സൈസ് മെഷർ ചെയ്യുന്നത് ഫെർമി യൂണിറ്റ്സിലാണ്. 1 ഫെർമി ഈസ് ഈക്വൽ ടു 10⁻⁻15 meter or 10⁻⁻13 centimeter. 1 Fermi is equal to 10⁻⁻15 meter or 10⁻⁻13 centimeter. The nucleus contains neutrons and protons. The protons and neutrons are together called as nucleons. Protons and neutrons are together known as nucleons. അത് പറഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ.